This is one of those days where I feel like ഞാൻ ഒരു ഒച്ച ആയിരുന്നെങ്കിൽ നല്ലതായി. ഓരോ മൈനർ ഇൻകൺവീനിയൻസ് ഉണ്ടാവുമ്പോൾ ഈ ഷെല്ലിനകത്ത് കയറാലോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ച് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി. കാരണം ഇന്ന് ജിമ്മ് പോകാൻ, ട്യൂഷനും പുറത്തേക്ക് പോകുന്നില്ല, പിന്നെ അധിക സമയം വീട്ടിൽ തന്നെ. അപ്പൊ ഒരു ചേഞ്ച് ഓഫ് എൻവയോൺമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ കുറെ കാലമായി വിചാരിക്കും, ഇത് കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട, ഞാൻ ആകെ 3 കിലോ എടുക്കുള്ളൂ. ആ ലക്ഷണം കെട്ട മുഖം കണ്ട അമ്മക്കറിയാം ഇന്നത്തെ ദിവസം തീരെ അങ്ങോട്ട് പോരാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലോണം കുളിക്കണം, അപ്പൊ കുറച്ച് സമാധാനം കിട്ടും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണം, അപ്പൊ കുറച്ചുകൂടി സമാധാനം കിട്ടും. പിന്നെ നമ്മളെ സിനിമയോ സീരീസോ വല്ലതും കാണണം. പിന്നെ നമ്മൾ വീണ്ടും ഫുഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഫ്രണ്ട് വരുന്നത്. കുറെ ലേസും കൊണ്ടുവന്നിക്ക്. കുറെ നേരം കഥ പറഞ്ഞിരുന്നതിന് ശേഷം നമ്മൾ സ്കൂളിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒരേ പ്ലേറ്റിൽ ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൊയിലാണ്ടി പോകാൻ റെഡിയായി. ഫോട്ടോ എടുക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു അച്ഛമ്മേനെ മുളക് പൊടി ഫോട്ടോ എടുക്കാൻ. സോ ഇതടുത്തു. ഒരു ഷെയ്ക്ക് കുടിച്ച് വിട പറഞ്ഞ് ഞാൻ എന്റെ അമ്മേന്റെ ഷോപ്പിൽ പോയി. അത് അവിടെ ചെന്ന് പറയാത്തോണ്ട് അമ്മ എന്നെ ചായ കുടിക്കാൻ കൊണ്ടുപോയി. അമ്മ വാങ്ങിയ സാൻഡ്വിച്ച് 5 പൈസക്കില്ലേ. ഗർപ്പെ വാപ്പസ് ആക്കർ ഹമേ അൺബോക്സിംഗ് കർണ ഹേ എക് പാർസൽ. ജിമ്മിൽ പോകുന്നുണ്ടെന്ന് കാണിക്കാനാണോ ഇങ്ങനത്തെ അൺബോക്സിംഗ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിവേ ദിസ് ഈസ് എ ഗിഫ്റ്റ് ഐ ഗോട്ട് ടുഡേ. റൂം റീഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് ഓർഡർ ചെയ്തിരുന്നു. അത് വന്ന് എന്റെ റൂമിലെ ഈ ഹരിതാപവും പച്ചപ്പൊക്കെ കണ്ട് കുറെ പേര് റിച്ചാന്ന് പറയുന്നുണ്ട്. താങ്ക് യു. എന്തോ ഇന്ന് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ലക്കാണ്. ഞാൻ രാത്രി 10 മണി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അനിയത്തിനെ ബാക്കിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു. താങ്ക്സ് ടു മൈ മാമനും മാമിയും വേറെ വണ്ടിയിൽ മുന്നിലുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കാപ്പാട് ബീച്ചിന്റെ അടുത്തുനിന്ന് പാനിയൂരി കഴിച്ച് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു.